തൻ്റെ സ്വപ്നങ്ങളായ വില കൂടിയ കാറുകൾ, ആഡംബര വീടുകൾ, നല്ല വസ്ത്രങ്ങൾ, വില കൂടിയ വാച്ച് ഇവയെല്ലാം മസ്താന് സ്വന്തമായി. പിന്നീട് ദാമൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ശുക്ൽ നാരായൺ ഡാൽഖിയ എന്നൊരു സ്മഗ്ലറിനെ തൻ്റെ കൂടെ കൂട്ടി മസ്താൻ തൻ്റെ സാമ്രാജ്യം ഒന്ന് വികസിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. കരിംലാലായും വരദരാജ മുതലിയാരുമൊക്കെ അടക്കി ഭരിച്ചിരുന്ന ബോംബെ അധോലോകം പുതുതായി ഉദയം ചെയ്ത മസ്താനെ അവർ നോട്ടപ്പുള്ളിയാക്കുന്നു. ചേരിതിരിഞ്ഞ് പരസ്പരമുള്ള പോരുകൾ പതിവായി. എന്നാൽ നിലവിൽ നിന്നിരുന്ന അധോലോക രാജാക്കന്മാരിൽ നോക്കിയും വളരെ വ്യത്യസ്തമായി മസ്താൻ ചിന്തിച്ചിരുന്നത് ഈ തമ്മിലടിയും പോരുമൊക്കെ പരസ്പരം ശിഥിലമാക്കുവാനും അതുപോലെ പോലീസിൻ്റെ പണി എളുപ്പമാക്കുവാനും മാത്രമേ സഹായിക്കൂ എന്ന്. ഇത് തിരിച്ചറിഞ്ഞു എങ്കിലും കണ്ടാലുടനെ തോക്കുമായി പരസ്പരം വെട്ടാനും കൊല്ലാനും നിൽക്കുന്ന ഗാങ്ങുകളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് മസ്താൻ തീരുമാനിക്കുന്നു. എങ്ങനെ ഇവരെയെല്ലാം ഒരുമിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ അതിന് പറ്റിയ ആളെ മസ്താൻ കണ്ടെത്തുന്നു. ഇവരോടെല്ലാവരോടും ഒരുപോലെ ബന്ധമുള്ള ഒരു വ്യക്തിയുണ്ട്, ഒരു അധോലോക റാണി, ചാവൽ ഭായ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജനാഭായ്. റേഷനറി മറിച്ചു വിൽക്കുന്ന ബിസിനസ്സായിരുന്നു അവർ ആദ്യകാലമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടിയ പേരാണ് ചാവൽ ഭായ്. ആ ബിസിനസ്സിൽ നിന്നും വലിയ ഗുണമൊന്നും ലഭിക്കാതിരുന്നതുകൊണ്ട് ഈ ജനാഭായ് സ്വന്തമായി ഒരു കള്ളവാറ്റ് കേന്ദ്രം തുടങ്ങുന്നു. നിലനിന്നിരുന്ന എല്ലാ ഗാങ്സ്റ്ററുകളുടെയും സഹായം തനിക്ക് അത്യാവശ്യമെന്ന് കണ്ടിട്ട് എല്ലാവരോടും ഈ ജനാഭായ് ഒരുപോലെ ബന്ധം നിലനിർത്തിയിരുന്നു. അതേ ബന്ധം തന്നെ മസ്താനോടും ഉണ്ടായിരുന്നു. അങ്ങനെ മസ്താൻ ഒരു നാൾ ജനാഭായെ വിളിച്ചിട്ട് വരദരാജ മുതലിയാരെയും കരിംലാലയും പോലുള്ള ഗാങ്സ്റ്ററുകളെ എല്ലാം ഒരുമിപ്പിച്ച് തൻ്റെ വസതിയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. തന്ത്രപരമായ ആ നീക്കം വളരെ വിജയകരമായിരുന്നു. പരസ്പരം മല്ലടിച്ചുകൊണ്ടിരുന്ന ഗാങ്ങുകളൊക്കെ വളരെ രമ്യതയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ആ മീറ്റിംഗ് വളരെയധികം സഹായിച്ചു. അതോടൊപ്പം തന്നെ മസ്താന് പുതിയ പല ബന്ധങ്ങളും നേടുവാനും കഴിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ ഹജ്ജിന് പോയ വ്യക്തി എന്ന നിലയിലാണ് മസ്താനെ ഹാജി മസ്താൻ എന്ന് വിളിക്കപ്പെടുന്നത്. വരദരാജ മുതലിയാരുമായി മസ്താനെ വെറും ബന്ധമായിരുന്നില്ല, തമിഴൻ എന്നൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. ഈ വരദരാജ മുതലിയാർ പിന്നീട് മരണപ്പെട്ടപ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബോംബെയിൽ എത്തിക്കുവാനായിട്ട് മസ്താൻ മുൻകൈ എടുത്തിരുന്നതായിട്ട് കാണാം.